പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും നയനയും ഇപ്പോൾ ഒന്നിച്ചാണ്. അമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയതുപോലെയല്ല, നല്ല സ്നേഹമാണെന്ന് മനസ്സിലാക്കിയാണ് നയന. അതുകൊണ്ട് തന്നെ ആദർശമൊത്ത് അവൾക്ക് സന്തോഷകരമായൊരു കുടുംബജീവിതമാണ്. എന്നാൽ നവ്യയുടെ കാര്യം ഓർക്കുമ്പോഴാണ് മനസ്സിൽ വല്ലാത്ത വിഷമം. ഓരോ ദിവസം കഴിയുന്തോറും ജലജയുടെയും അഭിയുടെയും സ്വഭാവം മാറി മാറി വരികയാണ്. ഏത് നിമിഷവും നവ്യ ഇല്ലാതാകും, അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയാണ് നയന. അങ്ങനെ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകുന്നത് വഴി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പച്ചിയുടെ ഭർത്താവ് എവിടെയാണ്? ഒരു പാവം മനുഷ്യനാണെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് എനിക്കറിയാം. അയാൾ എന്തുകൊണ്ടാണ് അപ്പച്ചിയെ ഉപേക്ഷിച്ച് പോയത്? ഈ സമയം ആദർശ് പറയുന്നുണ്ട്, അത് കൂടുതൽ ആലോചിക്കാനുണ്ടോ? അപ്പച്ചിയുടെ സ്വഭാവം കൊണ്ടു തന്നെയായിരിക്കും. എന്നാലും അബിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ പോയപ്പോൾ വളരെ വിഷമിച്ചിട്ടുണ്ടാകുമല്ലോ. അതൊക്കെ അപ്പച്ചിയുടെ സ്വഭാവം കൊണ്ടാണ്. അങ്കിൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. അതുകൊണ്ട് തന്നെ അപ്പച്ചി ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അബിയുടെ സ്വഭാവത്തിൽ ആ അച്ഛൻ്റെ ഒരു അംശം പോലും കിട്ടിയില്ലല്ലോ എന്ന് നയന പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട്, അതിന് അപ്പച്ചിയല്ലേ മകനെ വളർത്തി വഷളാക്കിയത്. അപ്പച്ചി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവം ഇത്രയ്ക്ക് മോശമായതെന്ന് പറയുകയാണ്. അങ്കിൾ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ അബിയുടെയും നബിയുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചാലോ? അതെങ്ങനെയാണെന്ന് നയനയോട് ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, അപ്പച്ചി ഇപ്പോൾ ഒരു കുടുംബജീവിതമൊന്നുമില്ലാതെ നടക്കുകയാണ്. അപ്പച്ചിക്ക് ഇല്ലാത്ത സുഖവും സന്തോഷവും ഒന്നും മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് അപ്പച്ചിയുടെ ഒരു കരുതൽ. അതുകൊണ്ടാണ് മകനെയും മരുമകളെയും കൂടുതൽ അടുക്കാതെ അവരെ ഒന്നിച്ച് ഇപ്പോഴും തെറ്റിക്കുന്നേ. ഏയ്, അതൊന്നുമല്ല. അപ്പച്ചിക്ക് നവ്യയ്ക്ക് പണമില്ല, സ്വത്തില്ല എന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ ആദർശേട്ടാ. അതും ഒരു കാരണമാണ്. പക്ഷേ അങ്കിള് തിരിച്ചു വന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് നയന പറയുമ്പോൾ അതിന് അങ്കിളിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? എന്നാലും അങ്കിളിൻ്റെ വീടും സ്ഥലവും ഒക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാമല്ലോ എന്ന് നയന ചോദിക്കുമ്പോൾ അത് അവർക്ക് അറിയാമായിരിക്കും. നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്ന് നയനോട് പറയുന്നുണ്ട്. എന്നാൽ നയന മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ജലജയപ്പച്ചിയുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം. നവ്യയുടെ ജീവിതം ഇങ്ങനെ പോകാൻ പറ്റില്ല. അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ തന്നെ അബിയുടെ സ്നേഹം അവൾക്കുണ്ടാവണം. അബിയെ ഇങ്ങനെ തുറന്നു വിട്ടാൽ പറ്റില്ല. തൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ ഓഫീസിലെത്തിയ പാടെ നന്ദുവിന് നയന മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്കിളിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അബിയുടെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചേച്ചിക്ക് ഒരു സമാധാനപൂർണ്ണമായ കുടുംബജീവിതം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നന്ദു തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, ആ അങ്കിൾ എവിടെയാണ് ആ അങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റുക? വൈകുന്നേരം ഞാൻ മുത്തശ്ശിയുടെ അടുത്തു നിന്നും അഡ്രസ്സ് ചോദിച്ചു ഞാൻ നിനക്ക് സെൻഡ് ചെയ്തു തരാം. അങ്ങനെ നയന ഓഫീസിൽ നിന്നും ആദർശിനെ കൂട്ടാതെ നേരത്തെ വീട്ടിലോട്ട് എത്തുകയാണ്. ഇത് കണ്ട ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, ആദർശ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആദർശേട്ടൻ പിന്നെ വന്നുകൊള്ളുമെന്നും ഞാൻ നേരത്തെ വന്നതാണെന്നും പറഞ്ഞ് നയന മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ദേവയാനി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് സുഖമില്ലേ? അങ്ങനെ നയനയ്ക്ക് കുടിക്കാനുള്ള കോഫിയുമായിട്ട് ദേവയാനി നയനയുടെ അടുത്തിലേക്ക് ചെല്ലുന്നുണ്ട്. എന്തിനാ അമ്മേ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് നയന പറയുമ്പോൾ, ഏയ്, നീ ഇപ്പോൾ ക്ഷീണിച്ചു വന്നതല്ലേ, നിന്റെ ജോലി നടക്കട്ടെ എന്ന് ദേവയാനി പറയുകയാണ്. അങ്ങനെ ദേവയാനി നയനയുടെ മുഖത്തോട്ട് വീണ്ടും നോക്കുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊക്കെ. നയനയുടെ മുഖം വല്ലാതെ ഇരിക്കുമ്പോൾ ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എന്താ മുഖം നിൻ്റെ വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, എന്നാലും എനിക്ക് നവ്യ ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാതെ ടെൻഷൻ തോന്നുന്നുണ്ട്. ചേച്ചിയുടെ പ്രസവം അടുത്തടുത്ത് വരികയാണ്. ചേച്ചിയുടെ കുഞ്ഞിനെ അബി അംഗീകരിക്കുകയോ ഇല്ലയെന്നൊന്നും അറിയില്ല. ആ കുഞ്ഞിനെ അംഗീകരിക്കുകയോ ഇല്ലയോ ഒന്നും മനസ്സിലാകുന്നില്ല. ആ കുഞ്ഞിന് സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടുമോ ഇല്ലേ എന്നുള്ള ടെൻഷനാണോ? ഓ അതാണോ? അതെ, അവളെൻ്റെ ചേച്ചിയല്ലേ. എൻ്റെ കൺമുൻപിൽ അവളുടെ ജീവിതം സന്തോഷമില്ലാതെ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അവളുടെ ജീവിതം അവൾ തന്നെയല്ലേ തിരഞ്ഞെടുത്തത്. അതും കരുതി അബിയും അവളുടെ അടുത്ത് അഭിനയിക്കുകയാണല്ലോ. അപ്പച്ചിയും അവളെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. അവൾക്ക് ധൈര്യം പോലുമില്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ എപ്പോഴേ നഷ്ടമായേനെ. അവൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അബിക്കൊരു മാറ്റം വരും. അബിയുടെ അച്ഛൻ എവിടെയായിരിക്കും? എന്നാലും അബിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവില്ലേ?
എന്ന് നയന പറയുമ്പോൾ ദേവയാനി പറയും, ജലജയുടെ ഈ സ്വഭാവം കാരണം അയാൾ എന്നോ ഓടി രക്ഷപ്പെട്ടതാണ്. അയാൾ മടുത്തിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ ഇനി തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് ദേവയാനിയുടെ അടുത്ത് പറയുകയാണ് നയന. ആ, ശ്രമിച്ചു നോക്കാം. എന്നാലമ്മ, അവരുടെ കുടുംബ വീട് എവിടെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അതെനിക്ക് കൃത്യമായിട്ടറിയില്ല. അമ്മയോടോ അച്ഛനോടോ ചോദിക്കേണ്ടി വരുമെന്ന് ദേവയാനി നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ നയന മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇപ്പോൾ അവനെക്കുറിച്ചൊക്കെ അറിയുന്നത്? ജലജയുടെ സ്വഭാവം കാരണമാണ് അവൻ ഇവിടുന്ന് പോയത്. പാവം, അവനെപ്പോലെ ഒരു നല്ല പയ്യനെ ജലജയ്ക്ക് ഇനി എവിടുന്നും കിട്ടില്ലെന്ന് പറയുകയാണ് മുത്തശ്ശൻ. അതെ, അതുകൊണ്ടാണല്ലോ അപ്പച്ചി ഇപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. അപ്പച്ചി മകൻ്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അബിയെ ഇങ്ങനെയൊക്കെ വഷളാക്കിയത് അപ്പച്ചി മാത്രമാണെന്ന് പറയുകയാണ് നയന. ഒടുവിൽ അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ നമ്പറും കാര്യങ്ങളും അഡ്രസ്സുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് നയനയും നന്ദും കൂടി പോകുന്നുണ്ട്. ഒരു സ്ഥാപനം നടത്തുകയായിരിക്കും അയാൾ. ദേവൻ എന്നാണ് അയാളുടെ പേര്. അങ്ങനെ അയാളെ കണ്ടതും നയന അയാളോട് സംസാരിക്കുകയാണ് കേട്ടോ. ആരാ, എന്തു വേണമെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് നയന പറയുമ്പോൾ, നിങ്ങൾ ആരാ കുട്ടി? ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആരാന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞങ്ങൾ അനന്തപുരിയിലെ മരുമക്കളാണെന്ന് അവർ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആദ്യമൊന്ന് ഷോക്കാകുന്നുണ്ടെങ്കിലും അയാൾ ചോദിക്കുകയാണ്, അനന്തപുരിയിലെ മരുമക്കളോ? അതെ, നിങ്ങളുടെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് എൻ്റെ ചേച്ചി നവ്യയാണ്. ഇപ്പോൾ അവൾ പ്രഗ്നൻ്റാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് സന്തോഷമാകുകയാണ് കേട്ടോ. എൻ്റെ മക്കളെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ നാളായി. ഇതുവരെ അങ്കിളുടെ മക്കളെ കാണാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഗ്രഹമുണ്ടായിട്ടെന്താ, അമ്മ വളർത്തിയ മക്കളല്ലേ, അവർ വഴി പിഴച്ചേ പോകൂ, അതെനിക്കറിയാം എന്ന് പറയുകയാട്ടോ. അങ്ങനെ സ്വന്തം മക്കൾ വഴി പിഴച്ചു പോകുമെന്നറിഞ്ഞ് എന്തിനാ ഈ അച്ഛൻ അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അത് എനിക്കൊരിക്കലും നെറികേട് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് മക്കളെ. ജലജ പറഞ്ഞ വഴിയിലൂടെ എനിക്ക് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അനന്തപുരിയിലെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാനായിരുന്നു അവളുടെ പ്ലാന്. അനന്തമൂർത്തി സാറിൻ്റെ വലിയൊരു മനസ്സുകൊണ്ടാണ് അവൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നത്. ഒരു വേലക്കാരിയുടെ മകളായിട്ട് പോലും സ്വന്തം വീട്ടിലെ മകളെ പോലെയാണ് ജലജ ആ വീട്ടിൽ കഴിയുന്നത്. അതിൻ്റെ ഒരു സ്ഥാനമെങ്കിലും അവൾ ഓർക്കണ്ടേ? എന്നിട്ടോ അവിടുത്തെ എല്ലാം സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി അവരെയെല്ലാം പുറത്തു ചാടിക്കാനാണ് അവൾ ശ്രമിച്ചത്. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എനിക്കിനി അവിടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പ്ലീസ് അങ്കിൾ അവിടേക്ക് തിരിച്ചു വരണം. എന്നാലേ എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. അമ്മ മകനെ വളർത്തിയത് വളരെ മോശമായിട്ട്. മകൻ്റെ പോക്കും ആ രീതിയിൽ തന്നെ. ഇങ്ങനെ പോയാൽ എൻ്റെ ചേച്ചിയും ചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും വളരെ കഷ്ടത്തിലായിരിക്കും. കുട്ടികളെ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോൾ വലിയ നിലയിലായല്ലോ, ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ ഉടമയല്ലേ. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പണമുണ്ടെന്നറിഞ്ഞാൽ അമ്മയും മോനുമൊക്കെ എന്തായാലും നിങ്ങളുടെ താഴെ നിന്ന് നിൽക്കും. അവർ നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾ വരണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ജലജ. അവളെ മെരിക്കാൻ ആർക്കും ആവില്ല. എന്നാലും നിങ്ങൾ കുറച്ച് തൻ്റെ ഇടം കാണിച്ചാൽ മാത്രം മതി. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നാളെ രാവിലെ ഓഫീസില്ലാത്ത ദിവസമാണ്. അന്ന് തന്നെ നിങ്ങൾ അങ്ങോട്ട് വരണം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ജലജയുടെ ഭർത്താവ് നന്ദുവിൻ്റെയും നയൻ്റെയും കൂടെ കൂടുകയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആരെയോ പ്രതീക്ഷിച്ചതുപോലെയാണ് നയന. ഏത് നിമിഷവും അങ്കിൾ കയറി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നയന. ഇടയ്ക്കിടയ്ക്ക് ഉമ്മറത്തേക്ക് നോക്കുന്ന നയനയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ ആരെയാ നോക്കുന്നത്? അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമല്ല, ഞാൻ ചുമ്മാ നോക്കിയതാ എന്ന് പറയുക. ആ സമയത്ത് അനന്തപുരിയുടെ ഗേറ്റിൽ കൂടി നല്ലൊരു വില കൂടിയ കാറിൽ ദേവൻ വരുന്നത് കാണുന്നത്. ആ സമയത്ത് ജലജയാണെങ്കിൽ ആരാണ് നല്ല വില കൂടിയ ബെൻസ് കാറിലേക്ക് അനന്തപുരിലേക്ക് വരുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും ജലജ ആകെയൊന്ന് ഷോക്കാകുന്നുണ്ട്. അവളുടെ കുട്ടികളുടെ അച്ഛൻ അവളുടെ ഭർത്താവ് ദേവനാണെന്ന് മനസ്സിലാക്കിയ ജലജ കണ്ണു നിറഞ്ഞ് ദേവനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നാൽ താഴെ നിന്ന് കാറിലിറങ്ങിയ ദേവനും മുകളിൽ നിൽക്കുന്ന ജലജയെ കാണുന്നുണ്ട്. അങ്ങനെ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ് ദേവനും.
അങ്ങനെ രണ്ടുപേരും ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ജലജ താഴേക്ക് വരുന്നുണ്ട്. ഓഹോ, നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളെയുമൊക്കെ ഓർമ്മയുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് വരുന്നത്. ഈ സമയം അവിടേക്ക് മൂർത്തി സാറും മുത്തശ്ശിയുമൊക്കെ വരുന്നുണ്ട്. ഓ ദേവനോ, ഇതുവരെ വളരെ സർപ്രൈസ് ആയല്ലോ. ദേവ, എവിടെയായിരുന്നു ഇത്രയും കാലം ഇവിടേക്ക് വരണമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷേ ഇപ്പോൾ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ മകൻ്റെ ജീവിതമാണല്ലോ ഇവിടെ ഒരുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജലജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളുടെ മകനോ? നിങ്ങൾക്ക് എവിടുന്ന് മകനുണ്ടായി? 10-20 വർഷമായിട്ട് നിങ്ങൾ ഈ ഭാഗത്ത് പോലുമില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ മകനെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഛേ എന്ന് പറയുകയാണ് ജലജ. ജലജെ, ഇവിടുന്ന് പോയ ദേവനല്ല ഞാൻ തിരികെ വന്നിരിക്കുന്നത്. നിന്റെ നെറുകേടിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് നീ എന്നെ ഇവിടുന്ന് വട്ടം കറക്കി ഇറക്കി വിട്ടത്. പക്ഷേ എൻ്റെ പവർ എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് ദേവൻ. വലിയ ബെൻസിലൊക്കെ വന്നതായതുകൊണ്ട് കുറേ സ്വത്തുണ്ടാകുമെന്ന് മനസ്സിലോർക്കുകയാണ് ജലജ. കുറച്ച് താന്നു കൊടുക്കുന്നതാണ് തൻ്റെ മകന് നല്ലതെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ. അങ്ങനെ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുകയാണ് ജലജ. കാരണം തൻ്റെ ഭർത്താവ് ഇപ്പോൾ പഴയ ദേവനല്ല, കോടീശ്വരനായ ദേവനാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മകനൊരു ജീവിതമുണ്ടാകണമെങ്കിൽ ഇയാൾ കൂടെ കൂടിയേ തീരുകയുള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കുകയാണ് ജലജ. ഒടുവിൽ ദേവൻ അനന്തിമൂർത്തി സാറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മകളെ ഒരിക്കലും ഉപേക്ഷിച്ചു പോയതല്ല ഞാൻ പോയതിൻ്റെ കാരണമൊക്കെ അറിയാമല്ലോ. ഒക്കെ അറിയാം. പഴയതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് അവിടേക്ക് നവ്യയും അബിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മോനെ കണ്ടതും അച്ഛൻ്റെ മുഖം വാത്സല്യം കൊണ്ട് വിടരുവാട്ടോ. മോനെ എന്ന് പറഞ്ഞ് അബിയുടെ കയ്യിൽ അച്ഛൻ പിടിക്കുവാട്ടോ. ആരുടെ മോനെന്ന് പറഞ്ഞ് അബി ദേഷ്യത്തോടെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ ജലജ, എടാ ഇത് നിൻ്റെ അച്ഛനാണ്, പഴയ അച്ഛനല്ല, കോടീശ്വരനായ അച്ഛനാണ്, ദരിദ്രവാസി അച്ഛനല്ല എന്നൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് സ്നേഹമൊക്കെ വാരി വിതറ് എന്ന് ചെവിയിൽ പറയുന്നുണ്ട്. എന്താ അമ്മയും മകനും കൂടി ഒരു സ്വകാര്യം എന്ന് പറഞ്ഞ് മോനെ എന്ന് വിളിച്ച് അബിയുടെ അടുത്തേക്ക് വരുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് അബി കരഞ്ഞ് അഭിനയിക്കുകയാട്ടോ. അച്ഛൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? അച്ഛനെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ അബി പറഞ്ഞപ്പോൾ, എന്നിട്ടും മോനെന്താ അച്ഛനെ അന്വേഷിച്ച് വരാതിരുന്നത്? അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ മോന് അച്ഛനെ അന്വേഷിച്ച് വരാമായിരുന്നില്ലേ? അമ്മ അയച്ചില്ലേ എന്നൊക്കെ മഹാദേവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നവ്യയെ കണ്ടതും എൻ്റെ മകന് ഭാഗ്യമാണ്. എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകുന്നെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുകയാണ് മഹാദേവൻ. അങ്ങനെ മഹാദേവൻ നവ്യയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ജ്വല്ലറി കവറായിരുന്നു. ഇത് കണ്ട ജലജ, ഓ ഇവൾക്കാണ് സമ്മാനം കൊണ്ടുവന്നത്, 20 വർഷമായിട്ടും കാണാതിരുന്ന എനിക്കൊരു സമ്മാനവും ഇല്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം ദേവൻ ജലജയുടെ അടുത്ത് വന്നിട്ട്, എന്താ ജലജ, ഞാനിവിടെ താമസിക്കുന്നത് നിനക്ക് സമ്മതമാണോ? ഞാനിവിടെ താമസിക്കുന്നത് നിൻ്റെ ഭർത്താവായിട്ടാണ്. ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് വരാം. ഞാൻ എവിടെയും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, നിങ്ങളും ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറയുകയാണ് ജലജ. സത്യത്തിൽ ജലജയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് മഹാദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. വന്ന പാടെ ദേവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോഫയിൽ പോയിരുന്നിട്ട്, ജലജ കടുപ്പത്തിൽ എനിക്ക് ഒരു ചായ കൊണ്ടുപോയെന്ന് പറയുകയാണ് ദേവൻ. അങ്ങനെ ജലജ ഒരു പാവയെ പോലെ ഓടുകയാട്ടോ. അബിയെ ഇട്ടിട്ട് വട്ടം കറക്കുന്നുണ്ട്. അബിയോട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയൊത്ത് ആ ഭാര്യ വീട്ടിൽ പോയിട്ട് എത്ര നാളെയായിടാ, അവളെ ഒന്ന് സ്നേഹിക്കുക, അവളെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് കണക്കിന് കൊടുക്കുന്നുണ്ട് അബിക്ക് ദേവൻ. അങ്ങനെ അബി, അച്ഛൻ നല്ല കോടീശ്വരനായിട്ടാണ് വന്നിരിക്കുന്നത്, അച്ഛനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം പോകില്ലെന്ന് ഓർത്ത് ഒന്നും മിണ്ടാതെ എല്ലാം കേൾക്കുകയാണ് അബി. അങ്ങനെ മഹാദേവൻ കോടീശ്വരനായി വന്നതുകൊണ്ട് അബിയും ജലജയും എല്ലാം സഹിച്ചു ഒന്നും മിണ്ടാതെ ആ മഹാദേവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേട്ടുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ.